സോ KTU BTech ഫസ്റ്റ് ഇയേഴ്സ് പൈത്തൺ എങ്ങനെ പഠിക്കണം കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പൈത്തൺ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പൈത്തൺ ആർന്ന് രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് വരിക. തിയറി ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോഗ്രാം മാത്രമേ ഉണ്ടാവും. അതേപോലെ തിയറി എഴുതണം, എക്സാമ്പിളായിട്ടൊരു പ്രോഗ്രാം എഴുതണം. അതേപോലെ അടുത്തൊരു ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, റൈറ്റ് എ പ്രോഗ്രാം യൂസിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂസിങ് ആ പെർട്ടിക്കുലർ സാധനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, തിയറി നല്ലപോലെ അറിയണം, അതേപോലെ തന്നെ പ്രോഗ്രാം നല്ലപോലെ അറിയണം. ഇത് രണ്ടും അറിയുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പൈത്തൺ ടഫാണോ? പൈത്തൺ ടഫൊന്നുമില്ല. പൈത്തൺ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. നിങ്ങളുടെ സിലബസ് പ്രകാരം പൈത്തൺ പഠിക്കുന്നതിന് മുന്നേ ബേസിക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. ഒരു തിയറി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ വെറുതെ ഒരു തിയറി ആയിട്ട് വാട്ട് ഈസ് എ വൈൽ ലൂപ്പ് ഈസ് എ ഫംഗ്ഷൻ അല്ല വൈൽ ലൂപ്പ് ഈസ് എ തിങ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പഠിക്കരുത്. പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സാധനം ആദ്യം പഠിക്കണം, അതിനൊരു നോർമൽ ഡെഫിനിഷൻ ഉണ്ടാവും, അത് നിങ്ങളുടെ വേർഡ്സിൽ ആദ്യം ഡിഫൈൻ ചെയ്യാം. ശേഷം അതിൻ്റെ മീനിങ് നല്ല രീതിക്ക് മനസ്സിലാക്കുക. യു ക്യാൻ യൂസ് ChatGPT, AI, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് പോലത്തെ ടെക് കമ്പനീസിൻ്റെ കോഴ്സ് എടുക്കാം, യൂട്യൂബ് യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോഴ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അവിടെ പോകും. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബൈഹാർട്ട് ആക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് നല്ലപോലെ ഏറെ ബൈഹാർട്ട് ആക്കിയിട്ട് ബൈഹാർട്ട് ആക്കുന്നവർ ബൈഹാർട്ട് ആക്കും. ചിലപ്പോൾ നിങ്ങളുടെ സീരീസ് 1 രക്ഷപ്പെടും, സീരീസ് എക്സാം 2 S2 എന്നല്ല സീരീസ് എക്സാം 2 രക്ഷപ്പെടും. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒന്നും നടക്കില്ല, സപ്ലൈ ചെയ്യും. കാര്യമായിട്ട് പറയണം, ബൈഹാർട്ടിന് പോകണ്ട. നമ്മൾ എന്ത് ചെയ്യണം, സമയമെടുത്ത് പഠിക്കുക. ഓക്കെ, സമയമെടുത്ത് ബേസ് ക്ലിയർ നോക്കുക. പഠിക്കുന്നവർ ബേസ് ക്ലിയർ ചെയ്യുക, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഓക്കെ, അപ്പോൾ ബേസ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. തിയറീൻ്റെ കൂട്ടത്തിൽ ഓരോ എക്സാമ്പിൾ ഒരു നല്ല നോട്ട് വേണം. പൈത്തൺ ഗ്രാഫിക്സ് മെക്കാനിക്സിനൊക്കെ മക്കളെ നോട്ട് വേണം, എല്ലാത്തിനും നോട്ട് ഉണ്ടാകണം. പക്ഷേ ഇതാണ് പ്രയോറിറ്റി എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ സബ്ജക്ട്സ് ആണ്, പ്രോഗ്രാമിംഗ് സൈഡാണ്. അപ്പം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നമ്മൾക്ക് പ്രോഗ്രാം എങ്ങനെ പഠിക്കണം എന്നാണ് എനിക്ക് ഇനി പറയാനുള്ളത്. അപ്പം നമ്മൾ ബേസ് ക്ലിയർ ആക്കുന്നത്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ കോഴ്സുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഈ കോഴ്സ് എടുക്കുന്നതിൽ ചേട്ടാ എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എസ് ഗ്രേഡ് അടിക്കും. ഫുൾ വീഡിയോസ് കണ്ടാൽ, കാരണം ഇതിൻ്റെ അകത്ത് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് തരാനൊന്നുമില്ല. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ്, ക്രാഷ് കോഴ്സ്, ഫുൾ PYQ അവർ സോൾവ് ചെയ്ത് തരും. അവിടുത്തെ ഫാക്കൽറ്റീസ് ഡൗട്ട് ക്ലിയറൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഒന്ന് അയച്ചു കൊടുക്കുക, അപ്പോൾ തന്നെ ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ്, യൂണിവേഴ്സിറ്റി എക്സാം തൊട്ട് മുന്നേ അങ്ങനത്തെ കാര്യങ്ങൾ, മെൻറ്റർഷിപ്പ്, മോക്ക് ടെസ്റ്റ്. ഞാൻ ഉദ്ദേശിച്ചത് സീരീസ് എക്സാമിന് മുന്നേ അവരുടെ ഫാക്കൽറ്റീസ് ഇടുന്ന പേപ്പർ, അതായത് അതിലൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അങ്ങനത്തെ ഒരു എക്സാം, അതിനുശേഷം അടുത്തൊരു എക്സാം, അടുത്ത സീരീസിന് മുന്നേ, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ്, കോളേജ് ടോപ്പേഴ്സ് ഒക്കെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ 99.3% വിജയ ശതമാനമുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യുക. ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ലോജിക്ക് ആദ്യം ബിൽഡ് ചെയ്യണം. ലോജിക്ക് ബിൽഡ് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് നേരെ പ്രോഗ്രാം എഴുതുകയല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 2 നമ്പർ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്ലൈ 7 × 3, നിങ്ങൾ നോർമലി എങ്ങനെ ചെയ്യുക, 7 × 3 = 21. പക്ഷേ ഒരു കമ്പ്യൂട്ടറിന് അങ്ങനെ ഡയറക്റ്റ് അല്ല ചെയ്യാൻ പറ്റും, അതിനൊരു കോഡ് വഴി ചെയ്യാൻ പറ്റുള്ളൂ. ആ കോഡ് വഴി ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അത് ചെയ്യുക, അതിന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതെന്താ ചെയ്യുക വെച്ചാൽ 7നെ ഒരു 3 വട്ടം, അതിന് 7 + 7 + 7 എന്ന് പറഞ്ഞാൽ അത് 21 എന്നുള്ളൊരു രീതിയിലേക്ക് അതിന് ചെയ്യണം. അങ്ങനെയാണ്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു കമാൻഡ് അതിൽ ഇല്ല. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, 7നെ 3, അങ്ങനെയാണ്. ആ ഒരു ലോജിക്ക്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ആ ഒരു ലോജിക്കിലാണ് നമ്മുടെ കോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോജിക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 1 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ലോജിക്ക് ബിൽഡിങ്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വെറുതെ ഇരുന്ന് കോഡ് ഒരു ബുക്കിൽ എഴുതണം. ബുക്കിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ ഇതേപോലത്തെ വെബ്സൈറ്റ്, ഫ്രീ വെബ്സൈറ്റ് ഉണ്ട്. ഈ ഫ്രീ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, കോഡ് എഴുതുക. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ഒരു കോഡ് എഴുതി വിജയിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് കോഡ് എഴുതുക. അപ്പോൾ മനസ്സിലാവും നല്ലോണം തെറ്റുന്നു. അപ്പോൾ നിങ്ങൾ അത് തെറ്റുകൾ ChatGPTയോ യൂട്യൂബോ അങ്ങനത്തെ ഒരുപാട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് പോലത്തെ ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഒരുപാട് ഫ്രീ വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഡയറക്റ്റ് കോഡ് അടിക്കുക, അതിൽ കൃത്യമായ എറർ കാണിക്കും. ആ എറർ ഇങ്ങനെ റിസോൾവ് ചെയ്ത് പോവുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. പൈത്തൺ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക.
അപ്പോൾ ഞാൻ 3 കാര്യങ്ങളെ പറയുള്ളൂ. തിയറി എക്സാമ്പിളിൻ്റെ കൂടെ പഠിക്കുക, ശേഷം നിങ്ങൾ ലോജിക്ക് പതിയെ ബിൽഡ് ചെയ്യുക, യൂസിങ് വെബ്സൈറ്റ് കോഡ് നന്നായിട്ട് എഴുതി പഠിക്കുക, ചെയ്ത തെറ്റുകൾ എന്ത് ചെയ്യുക, ChatGPT പോലത്തെ വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക. ഇത്രയും മതി പൈതൺ. ടെക്സ്റ്റ് ബുക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതും യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് പൈത്തൺ ഇടുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ വേണം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.